ഹലോ ഗൈസ്, നമുക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കിയാലോ. അപ്പോൾ നമ്മൾ കുക്കറിലേക്ക് നല്ല എല്ലുള്ള ചിക്കൻ കഷ്ണം, പിന്നെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല, തക്കാളി, ഉള്ളിയൊക്കെ ഇട്ടിട്ട് നല്ലോണം വേവിച്ചെടുക്കണം കേട്ടോ. മസാലപ്പൊടികൾ ഇടണേ. പിന്നെ ഈ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിൽ നമ്മൾ തേങ്ങ, കറിവേപ്പിൻ്റെ ഇല, വെളിച്ചെണ്ണ ഇട്ടിട്ട് നല്ലോണം മൂപ്പിച്ച് മാറ്റി വയ്ക്കണം കേട്ടോ. നല്ല മൂക്കണേ. എന്നിട്ട് ആ പാനിൽ തന്നെ നമ്മൾ സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് വഴന്നതിന് ശേഷം നമ്മൾ പൊടികളൊക്കെ ആഡ് ചെയ്യുക. അതിന് ശേഷം തക്കാളി ആഡ് ചെയ്തിട്ട് നല്ലോണം കുക്ക് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച ചിക്കനാക്കി തട്ടി കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സാക്കി കുറച്ച് നേരം വേവിച്ചെടുക്കുമ്പോഴേക്കും അത് സെറ്റാവും കേട്ടോ. പിന്നെ നമ്മൾ കപ്പ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കപ്പയിലേക്ക് നമ്മൾ ഈ വേവിച്ച ചിക്കൻ്റെ മിക്സും പിന്നെ നമ്മൾ മുരിയിച്ച് മാറ്റി വെച്ച തേങ്ങ ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മല്ലിച്ചപ്പ് ഇടണം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി വെക്കണം. വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ ഇത്രയുള്ള